എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോണത് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹരിശ്രീ PSC എന്നുള്ള ചാനലിൽ പോയി പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 100ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഡ് ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. അത് കഴിഞ്ഞ് GK ആവുമ്പോൾ 150ഓളം 152ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ കയറ്റുന്ന അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. കാരണം ഒരു ദിവസം ഒരെണ്ണമല്ല, നമ്മൾ 2ഉം 3ഉം ഒക്കെ കയറ്റുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് മിസ് ചെയ്ത് പോകണ്ട. അതൊന്ന് അമർത്തി വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എനിക്കുള്ള ഊർജം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? ആൻസർ എന്താണ് വരിക? ആൻസർ ബി ആണ് വരിക. ഹിലാരിയസ് എന്നുള്ളതാണ് ഇതിൽ റോങ്ലി സ്പെൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫ് യു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉപയോഗിക്കുക? ഈസ് സ്പെഷ്യൽ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. എ ഡ്രീമി സ്റ്റേറ്റ്. ആൻസർ എന്താ വരിക? ഡെലീറിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ കാൺഡ് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. എന്ത് വരും? ഷീ കാൺഡ് പുട്ടപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ കുഡിൻറ്റ് ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസസ്. എന്താ വരിക? അഡാപ്റ്റ്. അതുമായിട്ട് യോജിക്കുക എന്നുള്ള അർത്ഥമാണ്. ഷീ കുഡിൻറ്റ് അഡാപ്റ്റ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എന്താണ്? അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. Which is the incorrect word in the sentence? She would completed എന്ന് പറയില്ല. അപ്പോൾ 67 ഏതാണ്? സി ആണ് ആൻസർ. കംപ്ലീറ്റ് ദ സെന്റൻസ്. ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് ഇഫ്. എന്താണ് പൂർത്തിയാക്കാൻ വരിക? ഇഫ് യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. Next question. Select the correct question tag. I often come home late. Don't I? Next question. Which of the following options are most similar in meaning to the word pensively? Speculative, ruminative, thoughtless, thoughtful. Answer എന്താ വരിക? ആൻസർ ബി ആണ് വരിക. അതായത് സ്പെക്യുലേറ്റീവ്, റൂമിനേറ്റീവ്, തോട്ട്ഫുൾ എന്നുള്ളത്. നെക്സ്റ്റ് മലയാളാണ്. ക്രമം അനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം ഏത്? അതിക്രമം, ക്രമരഹിതം, അനുക്രമം, ആക്രമം. ഏതാണ്? അനുക്രമം. ക്രമം അനുസരിച്ച് അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരിക? സി ആണ് ആൻസർ. 3 മാത്രം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. അധ്യാപകൻ പഠിക്കാത്തതിനെ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അങ്ങനെ പറയോ? ഇല്ല. അപ്പൊ ഏത് മാത്രമാണ് ശരിയായിട്ടുള്ളത്? ഇതില് 2 മാത്രമാണ് ശരി അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ബി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കയ്യക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ കയ്യ അക്ഷരാണോ, കൈ പ്ലസ് അക്ഷരാണോ, കയ്യ് പ്ലസ് അക്ഷരാണോ, കൈ പ്ലസ് അക്ഷരാണോ? കൈ പ്ലസ് അക്ഷരമാണ് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? അതായത് നമ്മള് അക്ഷരമാല ക്രമത്തിലാണ് നിഘണ്ടുവിൽ ഉണ്ടാവുക. അപ്പൊ അതുപോലെ ക്രമപ്പെടുത്തിയത് ഏതാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? അതായത് രണ്ടാമത്തെയാണ് വരിക. ചക്രവാതം
വാഗം വാദം. കാ കഴിഞ്ഞിട്ടല്ലേ പിന്നെ താ വരിക, പിന്നെ ള വരിക അല്ലെ, പിന്നെ എന്താണ് ശ അല്ലെ. ചക്ര വാ കഴിഞ്ഞിട്ടാണ് പിന്നെ ശ വരിക. വാ കഴിഞ്ഞിട്ട് ശ വരും. അപ്പൊ ചക്രശ്വാസം ഏറ്റവും ലാസ്റ്റ് ആണ് വരിക. അപ്പൊ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മലയാള അക്ഷരമാലയിലെ ക്രമത്തില് നമ്മൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം കണ്ടെത്തുക. അസ്തമയം എന്നുള്ളത് അസ്തമനം, അസ്തമനം ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിലേതാണ് ശരി? നിങ്ങൾ നോക്കൂ. നിങ്ങളിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണു എന്ന് നോക്കണതാണ്. അപ്പോഴാണ് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. മാർക്ക് കിട്ടുന്നത് കമന്റ് ചെയ്താൽ നമുക്കും കൂടി അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇതിലെന്താണ് അസ്തമയം എന്നുള്ളതാണ് ശരിയാണ് അല്ലെ. അപ്പം ബി എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തംകുളത്തിപ്പട, ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം, പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ, കൂത്തു പാതി പിള്ള പാതി. യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് അതിലേതാണ് വരിക? ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ സി എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. അദൃശ്യം, ദൃശ്യം, സദൃശ്യം, അദൃശ്യം. ആൻസർ എ ആണ്, സദൃശം എന്നുള്ളതാണ് ശരി. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം സദൃശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? അർക്കൻ, ആദിത്യൻ, രവി ഒക്കെ സൂര്യനാണ് അല്ലെ. അപ്പൊ ഇതില് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താ വരിക? സുധാംശു എന്നുള്ളതാണ് വരിക. അപ്പം ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? അടുപ്പാണോ, തേനീച്ചക്കൂടാണോ, ചേനയാണോ, കൈതച്ചക്കയാണോ? ആൻസർ എന്താ വരിക? തേനീച്ചക്കൂടാണ് അല്ലെ. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ തർജ്ജമ ഏത്? ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. കിക്ക്ഡ് ദ ബക്കറ്റ്, മരണപ്പെട്ടു. 11th hour, 11 മണി. റെഡ് ടേപ്പ്, ചുവപ്പ് നാട. ഇതിൽ തെറ്റായ തർജ്ജമ ആൻസർ ബി ആണ്, ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നുള്ളതാണ്, കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നുള്ളതാണ് തെറ്റായ തർജ്ജമ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.